ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളൊരു നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്നു. പൗലോസ് എബ്രായർക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 14-15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആരോടും പിണക്കവും വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പൗലോസ് ഉത്ബോധിപ്പിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലും നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിലും നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം വ്യാപരിക്കണമെങ്കിൽ വിശുദ്ധി കൂടിയേ തീരുകയുള്ളൂ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നു. ശുചിത്വമില്ലാത്തതായി എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ നിങ്ങൾ പാളയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന്. അപ്പം പരിശുദ്ധിക്ക് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയില്ല, കർത്താവിന് അധികം പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്താണ് നമ്മുടെ വിശുദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? നമ്മുടെ പാപങ്ങളാണ് വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നത്. ഏതൊക്കെ പാപങ്ങളാണ്? ദുഷ്ചിന്ത, പരസംഗം, വ്യഭിചാരം, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, കോപം, ഭിന്നത, വിഭാഗീയ ചിന്ത, മദ്യപാനം, മധുരോത്സവം, അഹങ്കാരം, ദ്രവ്യാസക്തി തുടങ്ങിയ പാപങ്ങളെല്ലാം. അതുപോലെ തന്നെ പൗലോസ് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നുണ്ട്: ഈ ഒരു പ്രത്യേക പാപം നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവകൃപ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പൗലോസ് പറയുന്നത്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. അപ്പം വിദ്വേഷവും വെറുപ്പും ആരിലുണ്ടോ ഇത് അവർ ദൈവകൃപ അവരിൽ നിന്ന് കംപ്ലീറ്റും നഷ്ടപ്പെട്ടു പോകും. നമ്മൾ നിസാരമായി കരുതുന്നതാണ് വെറുപ്പും വൈരാഗ്യവും. എന്നാൽ ഇത് 1-ാം പ്രമാണ ലംഘനത്തിനൊത്ത പാപമാണെന്നാണ് വചനം പറയുന്നത്. 1 സാമുവേൽ 15:23 ഇപ്രകാരം പറയുന്നു: മാത്സര്യം മന്ത്രവാദം പോലെ പാപകരമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ. മാത്സര്യം മന്ത്രവാദം പോലെ പാപകരമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ. സ്നേഹമുള്ളവരെ, ഈ ഒരു നോമ്പ് കാലത്തിന് മുമ്പായി നമുക്കാരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ, നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിലായിരിക്കാം, നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കാം, എവിടെയായിരുന്നാലും നമ്മൾ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് രമ്യതപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കും. അപ്പോൾ അതിനും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ സഹോദരനോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുവിൻ, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ എന്നെല്ലാം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മൾ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആരാണ് നമ്മൾ പരസ്പരം രമ്യതപ്പെടാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കേണ്ടത്. ആരെല്ലാം ആദ്യം ഒരു രമ്യതപ്പെടുവാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ പ്രകടമായ അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് വചനം നമുക്ക് വാഗ്ദാനം നൽകുന്നത്. യേശയ്യ 3:5 പ്രകാരം പറയുന്നു: ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾ വിശുദ്ധീകരിച്ചാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകടമായ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വെറുപ്പും വൈരാഗ്യവും ഒക്കെ എൻ്റെ ജീവിതത്തിലും മറ്റു പലരോടും ഉണ്ടായിരുന്നു. എന്നാൽ അവർ എൻ്റെ ചിറ്റപ്പന്മാരോടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതായത് അച്ഛൻ്റെ ചേട്ടനും അനിയനും അവരെല്ലാം അച്ഛന്മാരാണ്. അങ്ങനെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യവും വായിച്ചതിന് ശേഷം എനിക്ക് മുമ്പോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് ഇപ്രകാരമാണ് പറയുന്നത്: നീ ദേവാലയത്തിൽ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കാൻ നിൽക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ അവിടെ വെച്ച് ഓർത്താൽ നീ ബലിവസ്തു നീ അവിടെ വെച്ച് നീ പോയി സഹോദരനുമായി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് നീ ബലി അർപ്പിക്കുക. അവർ എന്നെ ഒരു പ്രത്യേക പേരിലാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ലൂസിഫർ എന്നാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് ലീവ് എടുത്ത് ഞാൻ അവരുടെ അച്ഛൻ്റെ മുമ്പിൽ ചെന്നു. ഞാൻ ഈശോ പറഞ്ഞ് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാം.
അങ്ങനെ ഞാൻ പറഞ്ഞ് മാറുമ്പോഴത്തേനും ഇതെൻ്റെ ഹൃദയ നെഞ്ചിൽ നിന്നും ഒരു 100 കിലോ ഭാരം ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ആദ്യം തന്നെ ഉണ്ടാകും. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടാലും അതൊരു തടസ്സങ്ങളായിരുന്നു, ഒരുപാട് തടസ്സങ്ങളായിരുന്നു. അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ തടസ്സങ്ങളും മാറുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, അന്നേരം ഞാൻ വിവാഹം ആലോചനയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ 10-25 പേരെ കണ്ടെങ്കിൽ പോലും ഒന്നും ഒരു കാര്യവും നടക്കുന്നില്ലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും അത്ഭുതങ്ങൾ കാണുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു. പകരം യോശുവ 3:5 പറയുന്ന പോലെ, ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ കയ്യിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു നോമ്പ് കാലത്തിന് മുമ്പായി നമ്മൾ ആരുടെയെങ്കിലൊക്കെ വിരോധം കൊണ്ട് പരസ്പരം രമ്യതപ്പെട്ടുകൊണ്ട് മാറുവാൻ നമ്മൾ പരിശ്രമിക്കണം. കാരണം വിശുദ്ധിക്ക് വലിയ വിലയാണുള്ളത്. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആത്മീയ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഇരുമ്പ് വാതിലുകളെ തുറക്കാനുള്ള ഒരു ബലമാണ് വിശുദ്ധിക്കുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കുമെന്നാണ് പറയുന്നത്. സ്ഥിരമായ ഐശ്വര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിയമാവർത്തനം 31:10 പറയുന്നു, പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ട് ചെയ്യാത്തവനുമായി ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കർത്താവ് നൽകുന്ന സന്തോഷവും സമാധാനവും അവന് എപ്പോഴും കൂടെ ഉണ്ടാകും. സങ്കീർത്തനം 16:11 പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അവൻ്റെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിശുദ്ധിയുള്ളൊരു വ്യക്തി ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും അതെല്ലാം ചെയ്യുന്നതെല്ലാം പൊന്നായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. നിയമാവർത്തനം 15:10 പറയുന്നു, നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലിയിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്. മനസ്സിലായുള്ളവരെ, ഈ ഒരു നോമ്പ് കാലത്തിന് മുമ്പായി നമ്മൾ പരസ്പരം രമ്യതപ്പെട്ടുകൊണ്ട് ഈ ഒരു ഈസ്റ്റർ കാലത്ത് കർത്താവ് നൽകുന്ന സന്തോഷവും സമാധാനവും നമുക്ക് സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.